താഴെത്തട്ടിൽ പാർട്ടി ദുർബലമെന്ന് CPIM പാർട്ടി കോൺഗ്രസിലെ പൊതുചർച്ചയിൽ കെ ബിജു. കൊഴിഞ്ഞുപോക്ക് ഗുരുതരമാണ്. അംഗത്വമില്ലാത്തതുകൊണ്ട് തന്നെ കമ്മിറ്റികളുടെ പ്രവർത്തനം ശരിയായ രീതിയിൽ നടക്കുന്നില്ല. ജനകീയ വിഷയങ്ങൾ ഏറ്റെടുക്കുന്നില്ലെന്നും അടിയന്തര ഇടപെടൽ വേണമെന്നും കെ ബിജു പറഞ്ഞു. ആർ ശ്രീത് മധുരയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നു. ശ്രീത്ത്, കേരളത്തിലെ പാർട്ടി മാതൃകയാണ് എന്ന രീതിയിൽ പറയുന്നതിനിടെ കേരളത്തിലെ കാര്യമാണോ കെ ബിജു പറയുന്നത്, അതോ രാജ്യത്തെ പാർട്ടിയുടെ പൊതുകാര്യമാണോ? ഹാഷ്മി, അഖിലേന്ത്യാ സാഹചര്യം വിശദീകരിക്കുമ്പോൾ തന്നെ കേരള ഘടകത്തിലും ചില പ്രശ്നങ്ങളുണ്ട് എന്ന കാര്യം കെ ബിജു പൊതുചർച്ചയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള പൊതുചർച്ചയാണ് രാവിലെ 10 മണിയോടെ ആരംഭിച്ചത്. ഉച്ചയ്ക്ക് 1:30 വരെ നീണ്ടു നിൽക്കുന്ന ചർച്ചയാണ് സംഘടനാ റിപ്പോർട്ടിന്മേൽ നിശ്ചയിച്ചിട്ടുള്ളത്. കേരളത്തിൽ നിന്ന് കെ ബിജുവിനെ കൂടാതെ മുഹമ്മദ് റിയാസും ഡോക്ടർ ആർ ബിന്ദുവും പങ്കെടുക്കാനുണ്ട്. വനിതാ ഘടകങ്ങളെ പ്രതികരിച്ച് അഖിലേന്ത്യാ പ്രതിനിധിയായി എൻ സുകന്യയും ചർച്ചയിൽ പങ്കെടുക്കും. കെ ബിജുവാണ് ആദ്യം സംസാരിച്ചത്. സംഘടനാ രംഗത്ത് കേരളം അടക്കം ശക്തമായി മുന്നോട്ട് പോകുമെങ്കിലും കേരളത്തിൽ പോലും കൊഴിഞ്ഞുപോക്ക് കൂടുതലാണ്. കാൻഡിഡേറ്റ് മെമ്പർമാരിൽ 22.8% പേർ മെമ്പർഷിപ്പ് പുതുക്കാതെ ഒഴിഞ്ഞുപോയി എന്ന കാര്യം റിപ്പോർട്ടിൽ തന്നെയുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ പരാമർശിച്ചുകൊണ്ടാണ് കെ ബിജു പറഞ്ഞത്. പല കമ്മിറ്റികളും പ്രവർത്തിക്കുന്നില്ല. ഇപ്പോൾ ഈ പാർട്ടി കോൺഗ്രസിന് ആതിഥേയത്വം വഹിക്കുന്ന തമിഴ്നാട്ടിൽ ഏരിയ കമ്മിറ്റികൾ വരെയുള്ളൂ. അംഗങ്ങൾ കുറവായതുകൊണ്ട് താഴെത്തട്ട് ലോക്കൽ കമ്മിറ്റികളോ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളില്ല. മറ്റു പല പാർട്ടിക്ക് MP ഉള്ള രാജസ്ഥാനിൽ 15,000 മെമ്പർമാർ മാത്രമേ ഉള്ളൂ. അത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കെ ബിജു ഈ സ്ഥിതി അത്ര ആശാവഹമല്ല, പ്രശ്നങ്ങളുണ്ട് എന്ന കാര്യം ചൂണ്ടിക്കാണിക്കുന്നത്. പല സംസ്ഥാനങ്ങളിലും അംഗങ്ങൾ കുറയുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് താഴെത്തട്ടിൽ സമരം സംഘടിപ്പിച്ച് കൂടുതൽ ആളുകളെ പാർട്ടിയുടെ ഭാഗമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ വേണം. അക്കാര്യത്തിൽ അടിയന്തരമായ ഇടപെടൽ വേണം എന്നാണ് കെ ബിജു പൊതുചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് വരാതെ പാർട്ടി ശക്തിപ്പെടാൻ മറ്റു മാർഗ്ഗങ്ങളില്ല എന്ന കാര്യവും കെ ബിജു ആവർത്തിച്ച് ഈ ചർച്ചയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്.